ഇവിടെ ഇരുന്ന് തീപ്പെട്ടി എന്തിനാ? ഇവിടെ ഇരുന്ന് തീപ്പെട്ടി ഇവിടെ നിന്ന് തീപ്പെട്ടി എടുക്കുന്നത് 10,008 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ ഒരു വീഡിയോ എത്തിക്കാൻ. വീട് വലിക്കണമെങ്കിൽ തീപ്പെട്ടി കാശ് കൊടുത്ത് വാങ്ങിക്കണം. മേലാലെ ഈ തീപ്പെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ചവിട്ടാ നീ നിന്റെ പണ്ടാര ചക്രം കൂടെ റോട്ടുമ്പോ കിടക്കും. ഒന്നിനും ഒരു ഡിസിപ്ലിൻ ഇല്ല. അതുകൊണ്ടാ നീങ്ങ നന്നാവത്തെ. ഡാ എന്തിനും ഒരു ചിട്ട വേണം. അത് പട്ടാളത്തിന് മാത്രം ഉണ്ടായ പോരാ. വിളക്ക് വെച്ചില്ല. ആ ഞാൻ പറടാ ഗോപാലേട്ടനാണെന്ന് ചോദിക്കേ. നീ ഒന്ന് പറഞ്ഞോ. ഇന്നലെ വയറിന് സുഖമില്ലാണ്ടായോ? അല്ല രാവിലെ ഒരു ഇടത്തിരിച്ചില്. അല്ല ഗോപാലേട്ടാ, നമ്മളെ വീട്ടില് നമ്മൾ ഓരോന്നുണ്ടാക്കണ എന്തിനാ? നമുക്ക് വേണ്ടിയല്ലേ? കിഴക്കുപുറത്ത് ഒരു അശോക ചെത്തി നല്ല കൊലയായിട്ട് അങ്ങനെ പൂത്ത് നിന്നിരുന്നതാ. ഇപ്പൊ ഏതാണ്ട് ഷേവ് ചെയ്ത പോലെ ആയിന്നേ. എന്തു പറ്റി? മുഴുവൻ പറിച്ചെടുത്തു. ആര്? ഞാൻ തന്നെ. പിന്നെ നീ എന്തിനാ രാവിലെ മോഹം മുറിപ്പിച്ചിരിക്കണേ? അല്ല നമ്മളായിട്ട് പറിച്ച് നശിപ്പിക്കുവോ? ഇതാ പഞ്ചായത്ത് ഓഫീസിന് പിന്നിലുള്ള ഏതോ ഒരു തള്ള മരിച്ചു. അവരുടെ കർമ്മത്തിന് ഭണ്ടാരടങ്ങാൻ പൂ വേണം. കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? മുഴുവൻ അങ്ങോട്ട് പറിച്ചു കൊടുത്തു. ഇനി ചെത്തിപ്പൂവില്ലാണ്ട് ചെത്ത തള്ള ജീവിച്ചു വരണ്ട. ഇതൊക്കെ ഒരു ആവശ്യല്ലേ? അത്യാവശ്യത്തിനുള്ളത് എല്ലാ വീട്ടിലും ആവാം. എല്ലാവർക്കും മുറ്റത്ത് മണ്ണുണ്ട്. ഒരു തുളസി, 2 ചെത്തി, ഒരു ചെമ്പരത്തി ഒന്നും കുഴിച്ചിട്ടാ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ നാട്ടിൽ എന്ത് അടിയന്തരം ഉണ്ടായാലും മേലത്തുറി സുധാകരനാര് സഹിക്കണം എന്ന് പറഞ്ഞാ ഇയാളെന്താ എവിടെ കണ്ടിരിഞ്ഞ് കളിക്കണേ? അതെ, ഒരാലോചന. എവിടെയാ വീടെന്ന് പറഞ്ഞേ? ഏർപ്പാളി. അതായത് ഈ പെണ്ണിന്റെ. ഇയാളുടെ കേസൊന്നും നമുക്ക് ശരിയാവില്ല കോലട്ട. ഇതങ്ങനെ അല്ല, കേട്ടിടത്തോളം വലിയ കുഴപ്പമില്ല. അത് നമ്മുടെ മേനോ മാഷിന്റെ ചെറുമോളല്ലേ? അല്ല പൂ തേങ്ങ. നീ ഇക്കാര്യം പറ. അത് കോലട്ടൻ തീരുമാനിക്കും. ശാന്ത എന്താ ഒന്നും പറയാത്തെ? എന്നാലും അവനൊന്നും ഇവിടെ വന്ന് കണ്ടു പറഞ്ഞൂടെ ഗോപാലേഷണ? എന്തൊക്കെയായാലും ഒരു വയറ്റിൽ പറഞ്ഞല്ലേ. അത് ശാന്തയെ ആലോചിക്കേണ്ടതല്ലേ? നിങ്ങളെ 3 പേരെ ഒരു സ്ഥാനത്തെത്തിക്കാൻ അവൻ പെട്ട പാട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഇതൊന്നും ആലോചിക്കാതെ തൻകാര്യം മാത്രം നോക്കിയിരുന്നെങ്കിൽ അവന് നിലയ്ക്കാവോ? അവനിപ്പൊ എങ്ങനെയായിന്നാ ഗോപാലേഷൻ പറയണേ? 1,500 ഉറുപ്പ്യ പെൻഷൻ കിട്ടുന്നുണ്ട്. 1.5 ലക്ഷം ഉറുപ്പ്യെങ്കിലും ബാങ്കിലുണ്ട്. ഇരിക്കണ വീടും പറമ്പും 1 ഏക്കറും 30 സെന്റും ഉണ്ട്. ഞാനോ ശിവനോ സുമയോ ഞങ്ങൾ ആരും അതിലൊരു അവകാശം ചോദിച്ചു ചെന്നിട്ടില്ല. അവൻ കഷ്ടപ്പെട്ടതും വളർത്തിയതും ഒക്കെ ഞങ്ങൾക്കറിയാം. അത്ര നന്ദിയില്ലാത്തവരൊന്നും അല്ല ഞങ്ങള്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അവൻ പെൻഷനായി വന്നിട്ട് 3-4 വർഷമായി. ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് അവനുമില്ലേ മോഹം? അമ്മയ്ക്ക് വയസ്സായി. ശാന്ത വേണ്ടേ ഈ വക കാര്യങ്ങളൊക്കെ ആലോചിച്ച് നടത്താൻ? ഞാൻ ആലോചിക്കേണ്ടാണോ? എത്ര ആലോചന ഞാൻ കൊണ്ടുവന്നു, ഒന്നും അവന് പിടിക്കില്ലെന്ന് വെച്ചാ. ഒടുവില് ഗംഗേട്ടന്റെ പെങ്ങളെ വരെ ആലോചിച്ചില്ലേ? ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടാ ഗംഗേട്ടൻ സമ്മതിച്ചേ. ദേ എന്റെ ഭർത്താവായതുകൊണ്ട് പറയണല്ല, ഇന്നത്തെ നിലയ്ക്ക് ഗംഗേട്ടന്റെ വീടിന്റെ പടി ചവിട്ടാനുള്ള അർഹതയുണ്ടോ നമുക്ക്? എല്ലാം പറഞ്ഞു സമ്മതിപ്പിച്ച് അവന്റെ അടുത്ത് പറഞ്ഞപ്പോ എന്താ പറഞ്ഞെന്നറിയോ? ഏടത്തിയുടെ ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്ന്. മുഖത്ത് അടി കൊണ്ടുപോലെ ഗംഗേട്ടന്. ഇത്തിരി കറുത്തൂന്നല്ലാണ്ട് എന്താ അവക്കൊരു കുറവ്? വണ്ണവും ഇത്തിരി കൂടുതലായിരുന്നു. അത് പിന്നെ ഉണ്ണാനും ഉടുക്കാനും ഉള്ളിടത്ത പെൺകുട്ടികൾക്ക് ഇത്തിരി വണ്ണം ഉണ്ടാവും. ആരുടെ കാര്യം പറയണേ? ഏയ്, ഞാൻ നമ്മുടെ ശാരദയുടെ കാര്യം പറയായിരുന്നു. വിഴുങ്ങിയിട്ട് ശ്രദ്ധിക്കണെന്തിനാ? പട്ടിക്ക് പഞ്ചാമൃതം ചേരില്ല. അമ്മേ ഞാൻ പോണു. എന്നിട്ട് എവിടെന്നാ പോവാല ആലോചന? എടപ്പാളെന്നാ. നടക്കോ? അതിപ്പോ പോയി കണ്ട് അന്വേഷിച്ചാലേ പറയാൻ പറ്റും. അപ്സരസുകൾ ആരെങ്കിലും വേണമെന്നാണല്ലോ മോഹം. നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്തേ വെറുതെ കണ്ണി കണ്ടവരുടെ വീട്ടിൽ ചെന്ന് കാപ്പി കുടിച്ച് പോരാന്നല്ലാതെ. ഏതായാലും കുറച്ചു നാളായി നമ്മളെ ഒരു കാര്യം അറിയിക്കണതല്ലേ, ഒരു പരാതി ഉണ്ടാവണ്ട. എനിക്കൊരു പരാതിയില്ല. എനിക്ക് ഇവരാരും വേണ്ട. ഇവരാരെയും കണ്ടോണ്ടല്ല ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. എന്നാ ഇവരൊക്കെ എന്നെ കണ്ടിട്ടാ ജീവിച്ചിട്ടുള്ളത്. 16-ാമത്തെ വയസ്സിൽ ഈ തള്ള കെട്ടിത്തുന്ന 2 പൊതി ചോറുമായിട്ട് നമ്മുടെ രണ്ടാളും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിയതാ. ഓർമ്മയില്ലേ? EMI എന്ന് വെച്ചാൽ തേങ്ങയാണോ മാങ്ങയാണോ എന്നറിയില്ല. നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടായിരുന്നു ഭാഗ്യ. ഒരു ജീവിതം ഉണ്ടായല്ലോ. പട്ടാളാണെന്ന് അറിഞ്ഞപ്പോഴേ നിങ്ങൾ പറഞ്ഞു വേണ്ട തിരിച്ചു പോവാന്ന്. പട്ടാളെങ്കിൽ പട്ടാളം, ചിരട്ടയും നാഴിയും പോലത്തെ 2 വളർത്തി വലുതാക്കണ്ടേ? പ്രായം തേങ്ങി നിൽക്കുന്ന അവളെ കെട്ടിച്ചയക്കണ്ടേ? 17 കൊല്ലം മഞ്ഞത്തും വെയിലത്തും വെടിയുണ്ടകളുടെ നടുവിലാ ജീവിച്ചേ. ഇപ്പൊ എല്ലാരും ഓരോരോ വഴിക്കായി. ഞാൻ മാത്രം. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് സുമയുടെ കാര്യത്തില്. അത് ഒരു ദോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ചല്ല. നിനക്കിപ്പോ എന്തിനാ വിറ്റികളുടെ ഒക്കെ സഹായം? ശാന്തയും ഗംഗേട്ടനും
വരാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടെന്നേ, എന്തിനാ നോക്കണേ? ബുദ്ധിമുട്ടി അവരാരും വരണ്ട. ഗോപാലേട്ടൻ എന്നോട് പറയണ്ട അവിടെ പോയി പറഞ്ഞതേ തെറ്റ്. നിങ്ങൾ എന്തിനാ അവളുടെ കാല് പിടിക്കാൻ പോണേ? നടക്കൂന്ന് തോന്നിയ ഒരു കേസ്, കാരണവരുടെ സ്ഥാനത്തൊരാളുള്ളത്. അതിന് നിങ്ങളില്ലേ? അത് മതി. എങ്കേട്ടന് ഇപ്പൊ പഴയ പഞ്ചായത്ത് ക്ലാർക്കൊന്നുമില്ല, കോൺട്രാക്ടറാ. സമയമുണ്ടാവില്ല. എന്റെ അളിയനാണെന്ന് പറയാൻ കുറച്ചിലുണ്ടാവും. ആരില്ലെങ്കിലും എനിക്ക് നിങ്ങളും രാധാമണി ഉണ്ടായാൽ മതി. അമ്മേ, അച്ഛൻ ചൂടാവണു. നീയേ ഒരു വിസിറി എടുത്ത് വീശി കൊടുക്ക്, ചൂടാറട്ടെ. ഞാൻ പോയി പറയും. ആ അമ്മ, ഞാനും പോരട്ടെ മോളു. നിന്നോട് പറഞ്ഞിട്ടുണ്ട് പറ്റില്ലാന്ന്. ഇനി അടികൊള്ളു കേട്ടോ. കഴിഞ്ഞില്ലേ നിന്റെ ഒടുക്കത്തൊരു ഓ, മേക്കപ്പ്? കഴിഞ്ഞു. 1 മണിക്കൂറായിട്ട് വാക്കോട്ട് നോക്കിയിരിക്കുക. ഓ, നീ ഇനി ചമഞ്ഞാ തന്നെ എത്ര ചമയും. മോളെ, അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചീരകൾ എടുത്തുണ്ടോ? ആ ചൂടുണ്ടെ നല്ലോണം ആറ്റിട്ട് കൊടുത്താ അതിട്ടാ. ഞാൻ റെഡി. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ട് പോവാം. അങ്ങനെ ഇപ്പൊ വെള്ളം കുടിക്കണ്ട. വേല മനസ്സിലിരിക്കട്ടെ. വേണ്ട വേണ്ട. എന്താണ് ഇവിടെ? പട്ടാളക്കാരനായ ഡിസിപ്ലിൻ മാത്രം പോരാ, ഇത്തിരി ഔചിത്യം ആവാം. സോറി 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 സോറി. വെള്ളം. വെള്ളമൊക്കെ തിരിച്ചു വന്നിട്ട്. ഇന്ന് കലക്കിണ്ട് കേട്ടോ. ആ പെണ്ണ് വീണത് തന്നെ. പോവാം. നമ്മുടെ നൗഷാര ജമ്മു റോഡാണ്. ബാരിപ്പതൻ പാലത്തിന്റെ ഇപ്പുറത്ത് നമ്മള്, തൊട്ടപ്പുറത്ത് ശിവാരിജ് മലയാണ്. അവിടെയാണ് ടെററിസ്റ്റുള്ള സന്നാഹം. നമ്മുടെ ആർട്ടിലറി മുല നിരത്തി അടിക്കാണ്. അവര് മോശമില്ല, പാലം തകർക്കണം. അതാണ് അവരുടെ പ്ലാൻ. പാലം കടന്നു കിട്ടിയാൽ നമ്മൾ അവരെ തരിപ്പടാക്കും. ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഫയർ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. കമാൻഡിംഗ് ഓഫീസർ ഒരു പഞ്ചാബി, അവർ മിൽഖാ സിംഗ്, അറിയോ? ഇല്ല. പുലിയാണ്, പുലി. മൂവ് ചെയ്യാൻ ഓർഡറായി. പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇൻഫൻട്രിയിൽ ഞങ്ങൾ 7 പേരാ. ചായ. എന്നിട്ട് പാലം കടന്നോ? കടക്കാണ്ടിരിക്കാൻ പറ്റുമോ? തൃശൂർ പൂര നടക്കണം ഞങ്ങൾ വിചാരിച്ചു. വെട്ടിക്കെട്ട്. പറമേക്കാവ് തിരുവമ്പാടി, തിരുവമ്പാടി പറമേക്കാവ്. അതെ, പെണ്ണ് കാണാനല്ലേ നമ്മൾ വന്നത്? അതെ. സോറി, ഞാൻ അങ്ങോട്ട് വിട്ടു. അവൾക്കത് പുതുമയൊന്നുമല്ല. എന്റെ കത്തി കുറെ കേക്കണതല്ലേ. അത് ഞങ്ങള് പട്ടാളക്കാരുടെ കുറ്റൊന്നുമല്ല. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ കടന്നു വന്നവരാ അല്ലേ സുധാകരൻ നായരെ? അതെ. ചായ തണുക്കും. ചായ തന്നാളോട് ഒരു വാക്കും ഉണ്ടാട്ടോ. സോറി. സുഭദ്ര എന്നല്ലേ പേര്? അല്ല, സുമിത്ര. മറന്നു. സുമിത്ര, ചായ നന്നായിണ്ട്. ഒരു നന്ദി പറഞ്ഞേക്ക് സുമിത്രേ. താങ്ക്സ്. പെൺകുട്ടികളുടെ കല്യാണം ഒരുതരം കുതിരക്കച്ചവടമായിട്ടുണ്ട്. ആ മനസ്സിലായിട്ട് വരുന്നവർക്ക് എന്റെ മോളെ ഞാൻ കൊടുക്കില്ല. എന്റെ മോൾക്ക് കൊടുക്കണ്ട എന്താന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാ. കച്ചവടക്കാരനല്ലാത്ത ഒരാള് വരാണ്ട് അവളിവിടെ നിന്നു പോവെങ്കി വേണ്ട. എന്തേ? ഞങ്ങള് കച്ചവടക്കാരാണ്, പെണ്ണുകെട്ട് കച്ചവടമല്ല. ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, പെൺകുട്ടി നന്നായിരിക്കണം. എന്റെ കുറവുകള് എനിക്കറിയാം. എന്ത് കുറവ്? പ്രായോ? ആദ്യം ഇത്തിരി ഉള്ളതാ നല്ലത്. 34-ാമത്തെ വയസ്സിലാ ഞാൻ കെട്ടിയത്. പിന്നെ സുധാകരൻ നായർ പറഞ്ഞ പോലെ കാല് നാട്ടുകാര് തല്ലുപിടിച്ചതൊന്നുമല്ലല്ലോ, രാജ്യത്തിന് വേണ്ടി കൊടുത്തതല്ലേ. എന്റെ മോൾക്ക് അതൊരു കുറവായി തോന്നില്ല എന്നാ എന്റെ വിശ്വാസം.
അപ്പൊ നീ നാളെ രാവിലെ കടലിലേക്ക് വന്നാൽ മതി. ഗേറ്റ് തുറന്നാൽ തിരിച്ചോളൂ. വെറുതെ ആണോ ആളില് പറയണേ? ഇതിങ്ങനെ സദാസമയം പൂട്ടിയിടേണ്ട ആവശ്യം എന്താ? തുറന്നിട്ട് പോയാൽ നല്ല ചേലായി. വന്നോട്ടെ. ഞാനിവിടെ അല്ലെങ്കിൽ ഒരു പൂവോ ചെടിയോ ബാക്കി വെച്ചേക്കോ അസുരത്തുക്കള്. നല്ല വട്ട് തന്നെ. അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിലോ? അതിന് നമ്മുടെ കയ്യിൽ വേറെ താക്കലുണ്ട്. അതെ, എന്തു അധികമായാൽ എന്താ പറയാന്നറിയോ? ഭ്രാന്ത്. ആ ഭ്രാന്ത് തന്നെയാ. പക്ഷേ നിങ്ങളുടെ ഭ്രാന്ത് ഞാൻ പറയില്ല, കാറ് കേൾക്കും. ആ ഭ്രാന്ത് നിനക്കും ഉണ്ടാവും. കല്യാണം കഴിയട്ടെ. എന്നാലും ഇത്രയും വരില്ല. ആ പോട്ടെ. എന്താടാ ഊണ് കഴിച്ചാ? ഇന്ന് മീൻ ഇറച്ചൊന്നും ഇല്ലാണ്ട് നീ വെള്ളം ഉണ്ടാക്കിയ? ആ പോയിട്ട് എന്തായി? നമ്മള് വിചാരിച്ച പോലെ ഒന്നും അല്ലമ്മേ. പെൺകുട്ടി തെറ്റില്ല. പൊന്നും പണമൊന്നും കാര്യമായിട്ട് കിട്ടില്ല. നമുക്ക് എന്തിനാ പൊന്നും പണമൊക്കെ? ഒന്നുമില്ലെങ്കിലും രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഒരു ജവാന്റെ മോളല്ലേ, ആ പുണ്യങ്ങളുണ്ടാവും. എന്തായാലും നടന്നു കണ്ടാ മതി. അമ്മ എങ്ങനെ കുളിച്ചൊരുങ്ങി? ഏതാണ്ട് വിരുന്നിന് പോണ പോലെ. പച്ചവെള്ളത്തിലാ കുളിച്ചേ? അതൊന്നും സാരമില്ല. സാരില്ലാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ ഞാൻ തന്നെ ചുമക്കണം. പിന്നെ മോനെ, നമുക്കൊന്ന് ശിവൻകുട്ടിയുടെ അടുത്തേക്ക് പോവാ. ഇപ്പോഴോ? എന്താ വിശേഷം? വിശേഷം ഉണ്ടെങ്കിൽ എനിക്ക് അവനെ പോയി കാണാൻ പറ്റൂ. എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് മാസം ഒന്ന് കഴിഞ്ഞു. അതിന് അവനൊന്ന് ഇങ്ങോട്ട് വന്നാൽ എന്താ? ഈ വയസ്സുകാലത്ത് അമ്മ ഇക്കണ്ട ദൂരം യാത്ര ചെയ്ത് അങ്ങോട്ട് പോണോ? അവന് സമയം ഉണ്ടാവണ്ടേ? നിന്നെ പോലെയാണോ? അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാ. ഞാൻ പണിയും തൊഴിലില്ലാത്തവനാണല്ലോ. എന്തായാലും ഞായറാഴ്ച ആവട്ടെ. ഏയ്, ഞായറാഴ്ച ആവാനൊന്നും നിക്കണ്ട. ശാന്ത ഇവിടെ വന്നപ്പോഴാ പറഞ്ഞത്. അവൻ വലിയ വിഷമത്തിലാ. ഏട്ടനും അമ്മയും അവനെ തിരിഞ്ഞു നോക്കില്ലാന്ന്. ബിന്ദുവിന് അടുത്ത ആഴ്ചയെന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. കടിഞ്ഞൂലെന്നെങ്കിലും വേറുന്നില്ലേ? ശാന്തി ഗംഗാധരൻ ചെന്നത് വലിയ സന്തോഷായി ഇത്രേ. ഞാൻ ചെന്നാ വലിയ സമാധാനാവും അവന്. അപ്പൊ ബിന്ദുവിന്റെ പ്രസവം വരെ അമ്മ അവിടെ നിൽക്കാനാ പരിപാടി? അതല്ലടാ കാര്യം. ബിന്ദുവിന്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഉണ്ടാവണ കുരുന്ന് നമ്മളുടേതല്ലേ, അത് നമ്മൾ നോക്കണം. ഞാൻ പറയണത് നമുക്ക് രണ്ടാൾക്ക് അങ്ങോട്ട് പോവാന്നാ. അമ്മ എന്താ ഈ പറയണേ? അവന്റെ ഭാര്യ വീട്ടിൽ പോയി ഞാൻ വിരുന്ന് താമസിക്കേ? അതിനെന്താ, എന്തായാലും എനിക്ക് പോയേ പറ്റൂ. അവിടെ ചെന്നാല് അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും. പിന്നെ ഞാൻ ഉള്ള കുട്ടിയല്ലേ, എന്ത് പറഞ്ഞാലും ഒരു മുടക്കം പറയും. വെറുതെ അല്ല ശാന്ത പറയണം. അവരൊക്കെ പറഞ്ഞോട്ടെ, അമ്മ പറയാണ്ടിരുന്നാ മതി. നീ ഒന്ന് ആലോചിച്ചു നോക്കടാ. നമ്മള് ഒന്നും ആലോചിക്കാനില്ല. അമ്മയ്ക്ക് പോണം. അവളുടെ പ്രസവം കഴിയുന്നവരെ അവിടെ നിൽക്കാൻ അത്രയല്ലേ ഉള്ളൂ. അമ്മ വേണ്ട എന്നാ വെച്ചാൽ എടുത്തു വെച്ചോളൂ, ഞാൻ കൊണ്ടാക്കാം. എന്താ എന്താ കിടക്ക്, പടിക്കുപുറത്ത് കിടക്ക്. ആ ഞാനൊരു കാര്യം. ഒന്നും പറയണ്ട. എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. ഇവിടെ ആർക്കും കൊടുക്കാനും പോവില്ല. ഞാൻ ഗോവിന്ദമേനോന്റെ പേരക്കുട്ടിയാ. അതുകൊണ്ട് നടക്കുന്ന അവിടെ ഫ്രീ പാസ് ഉണ്ടോ? ഗോവിന്ദമേനോന്റെ പേരക്കുട്ടിയല്ല, ഗോവിന്ദമേനോൻ തന്നെ വന്നാൽ പോലും ഇവിടെ പോവില്ല. വെറുതെ അല്ല എനിക്കൊരു പെണ്ണ് കിട്ടാത്തത്. ഇന്ന് പോയി കണ്ട പെണ്ണുണ്ടല്ലോ, ആ ജവാന്റെ മോള്, അവളെ കിട്ടാൻ പോലും ഞങ്ങക്ക്. ഓടി ഓടി പുറത്ത് പോടി. പോവാണടോ. ശോഭം നിക്കണണ്ടില്ലേ പാലാടുന്നുണ്ട്. ജവാൻ സാർ, ടെട്ടേരാ.